ഇന്നേ ഒരു അടിപൊളി ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. അനുഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ ഒറ്റമൂലിയൊക്കെ പറഞ്ഞു തരുമ്പോഴേ അത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് തരുന്നതല്ല. ഇതെനിക്ക് ഓരോ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന പൊടിക്കൈകളാണ് കേട്ടോ. അതൊക്കെ അവർ പണ്ട് കാലത്ത് ആശുപത്രികളിൽ പോവാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പം ഇത് നല്ല അടിപൊളിയാണ്. എന്തിനാണെന്നറിയാമോ? തൊണ്ടവേദന, നമ്മൾ ജലദോഷം വരുന്നതിന് മുമ്പ് തൊണ്ടവേദന, അതുപോലെ തന്നെ സൗണ്ട് പോവുക, പിന്നെ ആ ഒരു എരിച്ചിൽ, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഇല്ലേ, ജലദോഷം, അങ്ങനെ ജലദോഷത്തിന് മുമ്പ് വരുന്ന ലക്ഷണങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു പരിപാടിക്ക് പറ്റിയ ഒരു സാധനം. തൊണ്ടവേദന, സൗണ്ടില്ലായ്മ പമ്പ കിടക്കും. അത് ഞങ്ങൾ വരുമ്പോഴത്തേനും, അതായത് എറണാകുളത്ത് നിന്ന് ഇപ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പം മോന് ഭയങ്കര ഒച്ച ഇല്ലാതായിട്ട് തൊണ്ടവേദനയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു തന്ന, ശോമ്മ പറഞ്ഞു തന്ന ഒരു മരുന്നാണ്. അല്ല, അവന് ചെയ്തു കൊടുത്തു. ഇങ്ങനെ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റമൂലിയാണ്. വീട്ടിൽ വന്നിട്ട് ഒന്നും മെഡിസിൻ വാങ്ങുകയോ ഹോസ്പിറ്റലിൽ പോകുകയോ ഒന്നും ചെയ്തില്ല. അതോടെ അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരിക. അങ്ങനെ തൊണ്ടവേദനയും ഒച്ചയടപ്പും സൗണ്ടില്ലാഴിക ഒക്കെ വരുവാണെങ്കിൽ ഇത് ചെയ്തോ, അടിപൊളിയാണ്. വീട്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇതാ നോക്കിയേ, 5 കഷ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പൂൺ കല്ലുപ്പും കൂടെ എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് തന്നെ വേണം. ചെറിയുള്ളി ഇപ്പോൾ 5 എടുത്തേക്കുന്നത്. 1, 3, 5, 7 അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാം. അങ്ങനെ പിന്നെ ഇതാ നല്ല മഞ്ഞൾപ്പൊടി. നമ്മുടെയൊക്കെ മഞ്ഞൾപ്പൊടി ഇവിടം വരെ എത്തുള്ളൂ. മുഴുവനായിട്ടും വലിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഗ്യാസാണ്. അത്രയും നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഉപയോഗിക്കുകയേ വേണ്ട. നിങ്ങൾ വീട്ടിൽ പൊടിച്ച, അതായത് നമ്മൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളുടെ നിന്ന് വാങ്ങിച്ച് കഴുകുകയാണെങ്കിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അല്ലാത്താണെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കണം. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഇച്ചിരി മഞ്ഞളും ഒരു ആര്യവേപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും പറയും ഇത്രയോ വലിയ കഥ എന്തിനാണ് ഇതിനെന്ന്. ഇത് കഥ വേണം, കാര്യം അത്ര ഗുണമുള്ള സാധനം. ഇതാ നോക്കിയേ, ഞാനൊരു ഇടിക്കട്ടയില്ലേ, ഒരു ഇടിക്കട്ട എടുത്ത് ഇതാ 5 ഉള്ളി ഇങ്ങോട്ടിട്ടു. അതിനെ ഒന്ന് ചതയ്ക്കുവാണേ. കണ്ടോ, 1 സ്പൂൺ കല്ലുപ്പ് അതങ്ങോട്ട് ഇട്ടു. നല്ലപോലെ ഒന്ന് ചതച്ചു. കണ്ടോ, ഇങ്ങനെ ചതച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ ചെയ്യുന്നില്ലേ, ഒരു തുണിയിലോട്ട് കെട്ടുക. കണ്ടോ, ഇതുപോലെ ഒരു തുണി. ഇപ്പോൾ വെള്ള വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കളർ തുണിയാണേലും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വെള്ള തുണി എടുത്തുന്നു. എന്നിട്ട് ഒരു കണ്ടോ ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതങ്ങോട്ട് കെട്ടുക. ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, നീരിങ്ങനെ ഉറ്റി വരുന്ന കണ്ടോ. ഈ സാധനം നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ആ നീര് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇവിടം വരെ, നെഞ്ചിൻ്റെ ആ തുടങ്ങുന്ന അവിടം വരെ ഇങ്ങനെ കിഴികുത്തി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ആ തൊണ്ടവേദന ഉള്ളിടത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒറ്റമൂലി ആയതുകൊണ്ട് തന്നെ ഈ നീര് പോകുന്ന വരെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും നേരം വരെ പറ്റൂല എങ്കിൽ രാവിലെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്നും കൂടെ പിടിക്കുക, വൈകുന്നേരം ഒന്നുകൂടെ പിടിക്കുക. ഒറ്റ പ്രാവശ്യം അവന് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. കണ്ണെരിയുന്നുണ്ടോ, ഇത് നല്ല ഗ്യാസും സ്ട്രോങ്ങും ആണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ച്, ഇതാണ് നമ്മുടെ ഒറ്റമൂലി. പരീക്ഷിച്ച് നോക്കിയോ, സൂപ്പറാണ്. തൊണ്ടവേദന, ഒച്ചയടപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾ ഓടി ആശുപത്രി പോകണ്ട. ഇത് നല്ല സൂപ്പർ മരുന്നാണ്. അപ്പോൾ ശോമ്മ പറഞ്ഞു തന്ന ഈ മരുന്ന് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചോളൂ. നല്ലൊരു റിസൾട്ട്. എന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ. എന്നിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.